ഡെയിലി മന്നയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് സംഭാഷണങ്ങൾ, സംസാരങ്ങൾ നാം കേൾക്കാറുണ്ട്. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ നമ്മെ നോക്കി പല കാര്യങ്ങളും പറയാറുണ്ട്. എന്നാൽ നാം എങ്ങനെ അത് സ്വീകരിക്കുന്നു, എങ്ങനെ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതായ ഒരു കാര്യമാണ്. ചിലത് നന്മയ്ക്കായി തീരുന്നു, ചിലത് ദോഷത്തിനായിട്ട് തീരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ കന്യകയായ മറിയയുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ കടന്നു വന്ന് ഇപ്രകാരം പറയുകയാണ്: കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ. ഈ കൃപ കേട്ട മറിയ അത്ഭുതപ്പെട്ട് അവൾ നോക്കുമ്പോൾ ദൂതൻ ഇപ്രകാരം പറഞ്ഞു: മറിയെ, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ മറിയത്തോട് സംസാരിക്കുകയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ മറിയ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇത് കേട്ട് മറിയ വിശ്വസിക്കുകയും കന്യകയായ മറിയ ഇപ്രകാരം പറയുകയാണ്: ഇതാ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ശ്രദ്ധിക്കണമേ, മറിയ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇതാ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി കർത്താവായ യേശു ഈ ഭൂമിയിൽ കടന്നു വരുവാൻ മറിയയുടെ ആ ഒറ്റ സമർപ്പണം, ആ ഒറ്റ വാക്ക് കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മറിയയ്ക്ക് ആ സമർപ്പണം ഇല്ലാതിരുന്നുവെങ്കിൽ ഒരിക്കലും ആ വാക്ക് തൻ്റെ ജീവിതത്തിൽ നിറവേറുകയില്ലായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ഏറ്റെടുക്കുന്നത്? മറ്റുള്ളവർ നിങ്ങളെ നോക്കി പലതും പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ തിന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളത് വിശ്വസിച്ച് അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ആ തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായിത്തീരും. അല്ല, നിങ്ങൾ നന്മയാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ നന്മ സംഭവിക്കാനിടയായിത്തീരും. നിങ്ങൾ എന്ത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സംഭാഷണങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കേൾക്കും. നിങ്ങളുടെ നന്മയെക്കുറിച്ച്, തിന്മയെക്കുറിച്ച് എല്ലാം പറയും. പക്ഷേ നിങ്ങൾ എന്താണ് ഏറ്റെടുക്കുന്നത്? അതെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. തിന്മയ്ക്കുള്ള സാഹചര്യങ്ങളായിരിക്കാം, നന്മ വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കാം, ശുഭഭാവിയെ നോക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കാം, സാഹചര്യങ്ങൾ എതിരായിരിക്കാം. പക്ഷേ എങ്കിലും നിങ്ങൾ ഒരിക്കലും തിന്മ വിശ്വസിക്കരുത്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള തിന്മയെ ഒരിക്കലും ഏറ്റെടുക്കരുത്. നന്മ മാത്രം വിശ്വസിക്കുക. തിന്മയുടെ ശബ്ദങ്ങളെ നിങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടാതിരിക്കുക, അത് വിശ്വസിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ വിശ്വസിക്കുക. വചനം എപ്പോഴും നിങ്ങളുടെ നന്മയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് നയിക്കുന്ന വിശ്വാസത്തെ അത് പഠിപ്പിക്കുന്നു. ആ വിശ്വാസത്തോടുകൂടെ യേശു കർത്താവിലേക്ക് നോക്കി, അതാ യേശു ഇപ്രകാരം പറഞ്ഞു: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, എന്നാൽ അവൻ മരിക്കും, അടക്കപ്പെടും, എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അതെ പ്രിയപ്പെട്ടവരെ, അപ്രകാരം വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ ഭാവിയിലേക്ക് നോക്കുക. നിങ്ങളുടെ ഭാവി ഏറ്റവും നന്മയായി ദൈവം മാറ്റും. ഗോഡ് ബ്ലെസ് യു.